സിയാന, ആലപ്പുഴക്കാരിയാണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, അമ്മ, ഇത്താത്ത. ഇത്താത്ത ഇപ്പോൾ ഒരു ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്, നഴ്സായിട്ട്. എൻ്റെ ഉമ്മ ഇപ്പോൾ ഒക്കെ പുറത്താണ്, വർക്കിങ്ങാണ്. ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ്, 24-ലാണ്. കഴിഞ്ഞ വർഷം 24-ലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു ഡിഗ്രി വേണമെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഹോസ്പിറ്റലിലെ എല്ലാ സ്ഥലത്തും ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ അവിടെ ചോദിച്ചത് ഡിഗ്രി ഉണ്ടോ, ഏത് ഡിഗ്രി ഉണ്ടെന്നല്ല ചോദിച്ചത്, ഡിഗ്രി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം ഡിഗ്രി അത്യാവശ്യമായിരുന്നു. ഞാൻ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഇടയിൽ V-Star എന്ന കമ്പനിയിൽ CRM ആയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഓൺലൈനായിട്ട് ഡിസ്റ്റൻസായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് ഇഗ്നോൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ, ഞാൻ ഓൾറെഡി എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ നിന്ന് ഓൾറെഡി ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട്, പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ആവശ്യം വന്നു. അതുകൊണ്ട് ഡിഗ്രി ഓൺലൈനായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഗ്നോൻ്റെ തന്നെ കണ്ടു, ഇഗ്നോൻ്റെ തന്നെ ലേൺവൈസ് ത്രൂ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇപ്പം ലേൺവൈസ് കിട്ടിയപ്പോഴേക്കും ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക, നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാം ആണെങ്കിൽ, അനുഷ മാം ആണെങ്കിൽ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ഏത് ഡിഗ്രി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറി, BBA ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് BBA ഓൾറെഡി എൻ്റെ 2024 ഇയർ ബാച്ചായിരുന്നു, ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട്. അപ്പം എൻ്റെ മെൻറ്റർഷിപ്പായിട്ടാണ് ഞാൻ ലേൺവൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മെൻറ്ററായിട്ട് ഇട്ടിരിക്കുന്നത് അനുഷ മാം ആയിരുന്നു. അനുഷ മാം എപ്പോഴും കോണ്ടാക്റ്റും ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും ഒരു സമയം വെച്ച് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാ വെനസ്ഡേയും എന്നെ വിളിക്കും. ആക്ച്വലി എനിക്ക് ഒരു നല്ലൊരു ബാക്ക് സപ്പോർട്ടാണ്, കാരണം അസൈൻമെൻറ്റ് എഴുതാനാണെങ്കിലും തന്നെ മാം നല്ലൊരു സപ്പോർട്ടാണ്, എല്ലാം പറഞ്ഞു തരും. എന്തെങ്കിലും ഇപ്പം മാമിന് എന്തെങ്കിലും പ്രശ്നം കറൻ്റ്ലി അവൈലബിൾ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരും. ആൻഡ് ഇനിയും ഇത് ഒരു 3 ഇയർ കഴിഞ്ഞ് എന്തായാലും BBA കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു ഏതെങ്കിലും പുറത്തോട്ട് പോകണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും നല്ല കോഴ്സ് എടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ എനിക്ക് എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് പുറത്ത് ഒരു ജോലി, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്.